തേർഡ് ബ്ലോക്കിനകത്ത് സെക്കൻഡ് യൂണിറ്റ് ആണ് അതിനകത്ത് വരുന്നത്. ഇതിൽ നമുക്ക് കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ പാക്കേജ് മാനേജേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് പാക്കേജ് മാനേജറിന്റെ ആവശ്യകത എന്താണെന്നൊക്കെയുള്ള കാര്യം. പിന്നെ രണ്ടാമതുള്ളത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റംസ് ആൻഡ് ദെയർ നീഡ്, ഏതൊക്കെ തരത്തിലുള്ള ഫയൽ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യകത എന്താണുള്ളത്. അതർ കേസ് നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് ഓഫ് യൂസർ അക്കൗണ്ട്സ് ആസ് വെൽ ആസ് സിസ്റ്റം ആൻഡ് കേർണൽ. സിസ്റ്റം കേർണൽ മാനേജ്മെന്റും യൂസർ അക്കൗണ്ട് മാനേജ്മെന്റും ആണ് അടുത്തൊരു ടോപ്പിക് ആയിട്ട് കവർ ചെയ്ത് പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ട്രബിൾ ഷൂട്ടിങ്ങിനുള്ള വേണ്ടി യൂസ് ചെയ്യുന്ന കുറെ കമാൻഡുകളെ കുറിച്ചുള്ള ഒരു ബേസിക് കമാൻഡ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് അതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ നോക്കിക്കൊണ്ടാണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് ചെയ്യുന്ന എല്ലാ പെർഫോമൻസ്, റിലയബിലിറ്റി, സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന പേഴ്സൺ ആണ്. യൂസർ ഇന്ററാക്ഷൻ അല്ലാതെ സിസ്റ്റം ഇന്ററാക്ഷൻ പ്രോപ്പറായിട്ട് നടത്തുന്ന ഒരു വ്യക്തി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നു. ആ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കമാൻഡ്സുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞിരുന്നു സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് കോൺഫിഗറേഷൻ, കമ്മീഷനിങ്, മോണിറ്ററിംഗ് ആൻഡ് ഫൈനലി ഡയഗ്നോസിസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് ചെയ്യുന്നത്. ഇതിന് ഓരോന്നിനും വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസസുകൾ നമ്മൾ കൊടുക്കണം. സോ അതിനകത്ത് ഫസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് കേസസ് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഓഫ് സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ഹെൽപ്പ് ഓഫ് പാക്കേജ് മാനേജർ. നെക്സ്റ്റ് നമ്മള് ബേസിക്കലി കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ പറയും, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് സോഫ്റ്റ്വെയർ എന്ന് പറയും, സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് നമ്മൾ പാക്കേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് സോഫ്റ്റ്വെയർ പാക്കേജിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. ദറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഫയൽസ് ആണ് ഉള്ളത്. ദാറ്റ് മേക്കപ്പ് സോഫ്റ്റ്വെയർ, കളക്ഷൻ ഓഫ് ഫയൽസ് ദാറ്റ് കൺസിഡർ ആസ് എ സോഫ്റ്റ്വെയർ. അതിന്റെ പ്രത്യേകത എന്താണ്? ഈ പാക്കേജസ് ആർ പ്രോപ്പർലി ഇന്റഗ്രേറ്റ് ചെയ്യുക മീൻസ് കണക്ട് ചെയ്യപ്പെടുക. നമ്മൾ ഒരിടത്തിൽ തുടങ്ങി അതിന് വേണ്ടി സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തൊക്കെ ഫയൽസ്, അഡീഷണൽ ഫയൽസ് വേണോ അതെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് ലിങ്ക് ചെയ്ത് പോകുന്ന കേസ്. ദറ്റ് മീൻസ് ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാവും, പിന്നെ അതിന് കറസ്പോണ്ടിങ് ലൈബ്രറി ഫയൽസുകൾ ഉണ്ടായിരിക്കും, അതിനെ മോഡിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുക്കാനുള്ള ഫയൽസുകൾ ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു സെറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദറ്റ് ഈസ് സോഫ്റ്റ്വെയർ പാക്കേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് നമ്മൾ എടുക്കുന്നത്. കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ്. പാക്കേജ് മാനേജർ ഇസ് എ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ ടൂൾ ടു ഓട്ടോമേറ്റ് ദ പ്രോസസിംഗ് ഓഫ് ഇൻസ്റ്റാളേഷൻ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ പറയും ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടണെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ട എന്തെല്ലാം ഫയൽസുകൾ ഉണ്ടോ അതെല്ലാം തന്നെ അതിനകത്തേക്ക് അറ്റാച്ച് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫെച്ച് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് അവിടെ പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല, നമ്മളെ പറയേണ്ടുള്ളൂ. ഈ മൊബൈൽ ആപ്പിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. പക്ഷെ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക്കേഷൻ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ബൈ ഡിഫോൾട്ട് പ്രോഗ്രാമിംഗ് ഫയൽസ് എന്നുള്ള കോൺസെപ്റ്റ് സി ഡ്രൈവ് ആണ് ചൂസ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എടുത്ത് വരുന്നെങ്കിൽ അതല്ലാതെ ഒരു ഡ്രൈവ് ലൊക്കേഷൻ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് ഡിഫറെന്റ് പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ മാറ്റി ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ എനിവേ ഒരു പാക്കേജ് ഒരു മാനേജറിന്റെ ഹെൽപ്പോടെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടൂളിന്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ വർക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാനോ അപ്ഗ്രേഡ് ചെയ്യാൻ, കോൺഫിഗർ ചെയ്യാൻ, അതേപോലെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിബിലിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്ക് അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് ആദ്യം തുടങ്ങുന്നത്. പാക്കേജ് മാനേജർ ടിപ്പിക്കലി മെയിൻറ്റെയിൻസ് എ ഡേറ്റാബേസ് ഓഫ് സോഫ്റ്റ്വെയർ ഡിപെൻഡൻസീസ് ആൻഡ് വേർഷൻ ഇൻഫർമേഷൻ ടു പ്രിവെന്റ് സോഫ്റ്റ്വെയർ മിസ്മാച്ചസ് ആൻഡ് മിസ്സിംഗ് റിക്വസൈറ്റീസ്. നമുക്ക് ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യണം, ചില സമയത്ത് നമ്മൾ പറയും ചില കാര്യങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻ പരിചയം, ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന പാക്കേജ് മാനേജർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇതിനകത്ത് പാക്കേജ് മാനേജറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ വേർഷൻ, ഇപ്പോഴത്തെ വേർഷന് പകരം അപ്ഡേഷൻസ് വരുമ്പോൾ കറസ്പോണ്ടിങ് അപ്ഗ്രേഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കും. അപ്പം ഈ ഒരു പാക്കേജ് മാനേജറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ അപ്ഗ്രേഡേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്.
അതേപോലെ റിമൂവ് ചെയ്യപ്പെടുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് നമുക്ക് ഉണ്ടാകുന്നു. അപ്പൊ ഇതൊരു തിയറി പോർഷൻ, ഈ ഒരു ടോപ്പിക്കിൽ ഒരു ചാപ്റ്റർ മെജോറിറ്റിയും തിയറി പോർഷൻസ് ആണ്. അതിനകത്ത് ലാസ്റ്റ് ട്രബിൾ ഷൂട്ടിംഗ് ഫേസ് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ കമാൻഡ്സിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത വരുന്നുള്ളൂ. അതുവരെ എല്ലാം പക്കാ തിയറിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പാക്കേജ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. കാരണം എന്താണ്, നമ്മുടെ അതിന്റെ നമ്മുടെ ടൈം ആൻഡ് മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കിപ്പെറുക്കി ചെയ്യുന്നതിനെക്കാട്ടിലും ഓട്ടോമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലൊക്കേഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, പകരം സെലക്ട് ചെയ്തു വരിക വേണ്ട. ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്, കാരണം ഒരു ഫയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ ഫയൽ ഒത്തു ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തെടുക്കേണ്ട കാര്യം ഏതൊക്കെ വേണം, ഏതൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നത്. അപ്പൊ നമ്മൾ സപ്പോസ് പല പ്രോഗ്രാംസ് പൈത്തൺ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം നമുക്ക് വളരെ വെറൈറ്റിയിലുള്ള ലൈബ്രറീസ് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പൊതുവെ പാക്കേജ് മാനേജർ ആണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റാളേഷൻ വർക്കുകൾ, അപ്ഗ്രേഡേഷൻ വർക്കുകൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ എല്ലാത്തിനകത്തും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്ന, കറസ്പോണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. അപ്പൊ പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂളാണ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും വരുന്നത് എന്നുള്ളത് ഒരു തിയറി മാത്രം. പിന്നെ ഈ പാക്കേജ് മാനേജറിനെ സംബന്ധിച്ച് മെറ്റാ ഡേറ്റ എന്ന് പറയുന്ന ടേം, ആ മെറ്റാ ഡേറ്റ നോർമലി നമ്മൾ പറയുന്ന ഡേറ്റ അബൌട്ട് ഡേറ്റ ഈസ് കോൾഡ് ആസ് മെറ്റാ ഡേറ്റ. ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ മെറ്റാ ഡേറ്റ, പാക്കേജ് മെറ്റാ ഡേറ്റ എന്നുള്ള രീതിയിലേക്ക് എടുത്തിട്ട്. ദാറ്റ് മീൻസ് പാക്കേജസ് ആർ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡേറ്റ. പാക്കേജസ് ഓൾസോ കണ്ടെയ്ൻ മെറ്റാ ഡേറ്റ. ദാറ്റ് കണ്ടെയ്ൻസ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്ന ഒരു ടേം എവിടെ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടാകും ഡേറ്റ അബൌട്ട് ഡേറ്റ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, അഡീഷണൽ എക്സ്പ്ലനേഷൻസ് ആണ്, ഫർദർ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ ശേഷം, അതായത് കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മെറ്റാ ഡേറ്റ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ലോക്കൽ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ പാക്കേജ് മാനേജർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാളേഷൻ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പാക്കേജ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പാക്കേജ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ബേസ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പാക്കേജ് എ എന്ന് നമുക്ക് പാക്കേജ് എ നീഡ്സ് ഹെൽപ്പ് ഓഫ് പാക്കേജ് ബി ടു വർക്ക്. പാക്കേജ് എക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പാക്കേജ് ബിയുടെ ഹെൽപ്പ് വേണം. അതേപോലെ തന്നെ ബി സി ഡി എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്ന അത് പ്രോപ്പർലി വർക്ക് ചെയ്യണം. പാക്കേജ് എ നീഡ്സ് പാക്കേജ് ഓഫ് ബി സി ആൻഡ് ഡി ടു ബി ഇൻസ്റ്റാൾ ഇൻ ഓർഡർ ടു വർക്ക് പ്രോപ്പർലി. അത് എ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അസോസിയേറ്റഡ് ആയാലും അതിന്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി എന്ന് പറയുന്ന പാക്കേജ്, സി എന്ന് പറയുന്ന ഡി എന്ന് പറയാം. അപ്പൊ ഈ ബി സി ഡി എന്ന് പറയുന്ന എല്ലാം തന്നെ എന്താണ്, ഒരു ഡിപെൻഡന്റ് നേച്ചറിലാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബി ഈ ഒരു കേസിനകത്ത് നമ്മൾ ട്രാൻസിറ്റീവ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്ത് ട്രാൻസിറ്റീവ് നേച്ചർ നമ്മൾ പറയാറുണ്ട്. എ ബിയുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്, ബി സിയുമായിട്ട് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, എ ഓക്കെ ആണെങ്കിൽ സിയും വേണം. സോ ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസീസ് ഉള്ള പാക്കേജുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. അപ്പോൾ ഈ പാക്കേജ് ഡിപ്പെൻഡൻസീസ് ഉള്ളതാണ്. ഈ പാക്കേജ് ഡിപ്പെൻഡൻസീസ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഡിപ്പെൻഡന്റ് പാക്കേജുകൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ടൈം നമുക്ക് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഒരെണ്ണം അൺഇൻസ്റ്റാൾ ചെയ്താൽ അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അതർ പാക്കേജുകൾക്ക് ഒരു ഗ്രിപ്പ് ഇല്ലാണ്ട് പോകും. അപ്പോൾ ഫോഴ്സ്ഫുൾ അൺഇൻസ്റ്റാളേഷൻ ഒക്കെ വേണ്ടി വരും. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ല, ചിലപ്പോൾ എറർ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പൊ അതിനുള്ള കറസ്പോണ്ടിങ് വാണിംഗ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പാക്കേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ഇതിന് ഡിപ്പെൻഡൻസീസ് ഉണ്ടോ, അങ്ങനെ ഡിപ്പെൻഡൻസീസ് ഉണ്ടെങ്കിൽ അത് ആ ഡിപ്പെൻഡന്റ് പാക്കേജുകൾ നമുക്ക് ആവശ്യമില്ലാന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ അതിനെ ആദ്യം കളഞ്ഞതിന് ശേഷം മാത്രം കറസ്പോണ്ടിങ് പാക്കേജുകളെ നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പൊ അത് ഡിപ്പെൻഡൻസിയുടെ ഒരു ചെക്കിംഗ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് സാധാരണ നോർമൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും, റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പൊ പാക്കേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന വരും. കാരണം നമുക്ക് ആസ് എ ഹോൾ നമ്മൾ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നില്ല, എല്ലാം എന്താ ഡിഫറെന്റ് മോഡ്യൂൾസ് കോൺസെപ്റ്റിലാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്പെൻഡന്റ് ലൈബ്രറീസ് നമുക്ക് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വർക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ പാക്കേജ് മാനേജറിന്റെ ഹെൽപ്പോട് കൂടി ഇൻസ്റ്റാളേഷൻ, അപ്ഗ്രേഡേഷൻ, റിമൂവൽ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ റിമൂവൽ കഴിയുന്ന സമയത്ത് പാക്കേജ് ഡിപ്പെൻഡൻസി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യാറ്. പിന്നെ ഈ പാക്കേജ് നമുക്ക് കിട്ടും, ഒരു യൂസർ സിസ്റ്റത്തേക്ക് ഇത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പാക്കേജ് മാനേജറിന്റെ പരിപാടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസർ സിസ്റ്റം എന്ന് പറയുന്നത്
പാക്കേജ് മാനേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പാക്കേജ് മാനേജറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് റെപ്പോസിറ്ററീസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പലയിടത്തും നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ പണ്ട് പെൻ ഡ്രൈവ് കൊണ്ടുവന്ന് ചെയ്യുന്ന രീതിയിലാണ്, ഡിസ്ക് കൊണ്ടുവന്ന് ചെയ്യുന്ന രീതിയിലുണ്ട്. ഇപ്പൊ എല്ലാം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന കേസാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെപ്പോസിറ്ററീസ് നിന്നാണ് നമ്മൾ പാക്കേജ് എടുക്കുന്നത്. ആ പാക്കേജ് ത്രൂ റെപ്പോസിറ്ററീസ് നമ്മൾ നമ്മുടെ പാക്കേജുകൾ എടുക്കുന്നു. പാക്കേജ് ഇന്ന പാക്കേജ് ആണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ സപ്പോസ് അതിലേക്ക് വേണ്ട ഡിപെൻഡന്റ് പാക്കേജുകളെ ഓട്ടോമാറ്റിക്കായിട്ട് ഫിച്ച് ചെയ്യപ്പെടുകയും ഇതിന്റെ സ്റ്റോറേജ് കഴിഞ്ഞ ശേഷം നമ്മളുടെ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് ഇത് സ്റ്റോർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യേണ്ട, ഇതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് മെറ്റഡ് ഡേറ്റയും കൂടെ സ്റ്റോർ ആകുന്നുണ്ട്. അതിന്റെ ഒരു ഫിഗർ ജസ്റ്റ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് വലിയ കേസസ് ഒന്നും അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ പലതരം പാക്കേജ് ഫോർമാറ്റുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് വരുന്ന 3 തരം പാക്കേജുകളിലെ പാക്കേജ് ഫോർമാറ്റിനെ കുറിച്ചാണ് നമ്മൾ യൂസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് TGZ എന്നുള്ള രീതിയിൽ ടാർബോൾ GZIP ഫയൽസ് ആണ് അത് യൂസ് ചെയ്യുന്നത്. നോർമലി ഈ ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത് സോഴ്സ് കോഡ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ഈ ടേബിള് TGZ ഫയൽസുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ദെൻ RPM ടൈപ്പ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്ന റെഡ് ഹാറ്റ് ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻസിനകത്താണ് ഈ ടൈപ്പ്. നോർമലി റെഡ് ഹാറ്റിന്റെ ബേസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ മുകളിലേക്കായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനങ്ങൾ വരുന്നത് കേട്ടോ. അതിന്റെ ഹെൽപ്പ് വരുന്നത്. ഇനി ഡീപ് പേജ് ആണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രീ കമ്പൈൽഡ് ആർക്യൂ ദാറ്റ് ആർ യൂസ്ഡ് ആൻഡ് ഡിബൈൻ ബേസ്ഡ് സിസ്റ്റംസ്. ഇതെല്ലാം തന്നെ ലിനക്സ് പല വേർഷൻ ലിനക്സിന്റെ തന്നെ പല നേച്ചറിൽ നമ്മൾ പറയുന്ന സാധനങ്ങളാണ്. ഇതിന്റെ ഓരോന്നിലേക്കും കൊടുക്കുന്ന ഫയൽസിന്റെ ഫോർമാറ്റ് ഡിഫറെന്റ് പാക്കേജ് ഫോർമാറ്റുകൾ ഉണ്ട് എന്ന് ജസ്റ്റ് അറിയാൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ കേസ് മാത്രം നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള നമ്മുടെ സോഴ്സ് കോഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഫോർമാറ്റ്. അത് മാത്രമാണ് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ആണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഡിപ്പെൻഡൻസീസിന്റെ യൂസേജ് വരുന്നുണ്ടെന്നുണ്ട്. RPMന്റെ പ്രത്യേകത പറഞ്ഞത് can use to build, install, query, verify, update and erase individual software packages. It's an archive file that contains multiple files and directories bundled together into one file for easier storage transfer or installation. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മറ്റേത് ഓരോരോ ഇതായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിന്റെ ആസ് എ ബണ്ടിൽ നമുക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ പാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സംഗതിയാണ് RPM പാക്കേജ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പൊ 2 രീതിയിലുള്ള ഈ പാക്കേജും 2 വെറൈറ്റിയിലാണ് കിട്ടുന്നത്. ഒന്ന് ബൈനറി പാക്കേജ് ആയിട്ടുള്ള രീതിയിലും നെക്സ്റ്റ് വന്ന് സോഴ്സ് പാക്കേജ് ആയിട്ടും നമുക്ക് കിട്ടുന്നു. ഇല്ല ബേസിക് മോഡ്സിനെ കുറിച്ച് ഏതൊക്കെ തരത്തിലുണ്ട് കുറെ അവൈലബിൾ ആയിട്ടുള്ള ബേസിക് മോഡുകളുണ്ട്. അത് സെലക്ട് ചെയ്യാൻ നമുക്ക് സിഗ്നേച്ചർ ചെക്ക് ചെയ്യണം, ഇൻസ്റ്റാളേഷൻ അതിന്റെ ജനറൽ പല മോഡുകളിൽ നമുക്ക് വർക്കിംഗ് അവൈലബിൾ ആണെന്നുള്ള രീതി മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. തിയറി പോർഷൻ ആണത്. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു RPM പാറ്റേണിലുള്ള അതായത് ഫുൾ പാക്കേജ് സോഴ്സ് പാക്കേജ് ബൈനറി ഉൾപ്പെടെയുള്ള എല്ലാ സാധനം ആസ് എ ഹോൾ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ അതിനകത്ത് വരുന്ന കമാൻഡ് നമ്മളൊന്നും അറിയുന്നില്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് കമാൻഡ് ഓറിയന്റഡ് പാറ്റേണിൽ വരുവാണെന്നുണ്ടെങ്കിൽ RPM ആൻഡ് ജനറൽ സിൻടാക്സ് ഫോർമാറ്റ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ, അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ്. ഈ അപ്ഗ്രേഡും ഫ്രഷ് ചെയ്യാനുള്ള റീഫ്രഷ് ചെയ്യാന്നുണ്ടെങ്കിൽ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആ ഫയൽ ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇൻസ്റ്റാൾഡ് ആൻഡ് അപ്ഗ്രേഡ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അതേസമയം അപ്ഗ്രേഡ് പാക്കേജ് ഇതിനകത്ത് എന്താണ് ഓൾറെഡി ഏർലിയർ വേർഷൻ നമുക്ക് എക്സിസ്റ്റിംഗ് ആണെന്നാണ് നമുക്ക് ഇതിനെ ഫ്രഷ് അപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഓപ്ഷൻസ് കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡിഫറെന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതും ഒരു സോഴ്സ് കോഡ് അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം കൂടെ കൂടിയാണോ അതോ 1 by 1 നമുക്ക് സ്റ്റെപ്പ് നെക്സ്റ്റ് അടിച്ച് പല സ്റ്റെപ്പുകളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണോ, അങ്ങനത്തെ ഇതനുസരിച്ച് ഫോർമാറ്റ് വേരിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നേച്ചർ ഇതെല്ലാം ഇതിന്റെ പാക്കേജ് മാനേജറിന്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറിന് ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നതാണ് ആ പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ടോപ്പിക്ക് ജസ്റ്റ് ഒരു തിയറി പോർഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹെൽപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
അതിനകത്ത് പല പല ഫേസസുകളായിട്ട് അല്ലെങ്കിൽ പല രീതിയിലാണ് അതിന്റെ ഇത് വരുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുക കമാൻഡുകൾ ഇത്രയാണെന്നേ ഉള്ളൂ. അത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഈ ഒരു ടോപ്പിക്കിനകത്ത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് പൊതുവെ ഫയൽ സിസ്റ്റം ഏരിയയിൽ നിന്നാണ്. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫയൽ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ സ്റ്റോറിംഗ് ദാറ്റ് ഇൻ ടു ഹാർഡ് ഡിസ്ക്, സെക്കൻഡറി സ്റ്റോറേജ്. ഹാർഡ് ഡിസ്കിന് സെക്കൻഡറി സ്റ്റോറേജ്, ഏത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് എടുക്കാം. അപ്പൊ അതിനകത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റ ആണ് നമ്മൾ ഫയൽ എന്നുള്ള രീതിയിലേക്ക് എടുക്കുക. അപ്പൊ എന്തിനാണ് ഈ ഫയൽ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് അറിയാമായിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മളുടെ കീ സ്ട്രോക്കുകളെല്ലാം പോകുന്നത് ഇൻറ്റു മെയിൻ മെമ്മറിയാണ്. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാം എന്ന് പറയുന്ന മെയിൻ മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യുക. റാം എപ്പോഴും ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി മീൻസ് പവർ ഉള്ളപ്പോൾ മാത്രം അത് വർക്ക് ചെയ്യുന്നു. whenever there is no power supply it cannot store any kind of data. അത് ഡേറ്റ സ്റ്റോർ ചെയ്യത്തില്ല. അപ്പൊ അത്രയും നാൾ നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം തന്നെ അപ്പൊ പോകും. പക്ഷെ റീയൂസ് ചെയ്യപ്പെടേണ്ട വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിനെ there is a need to transfer that value to secondary phase. അതായത് സെക്കൻഡറി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, അതായത് പെർമനന്റ് സ്റ്റോറേജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പെർമനന്റ് സ്റ്റോറേജ് കൊടുക്കാൻ വേണ്ടി പല പല ഡിവൈസസുകൾ നമ്മൾ യൂസ് ചെയ്യും. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന, സിസ്റ്റത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നതാണ്. അപ്പൊ ഹാർഡ് ഡിസ്കിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള രീതിയാണ്. സ്റ്റോർ ചെയ്ത് നമ്മൾ ഒരു കാര്യം സ്റ്റോർ ചെയ്താൽ മാത്രം മതി. വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് എടുത്തു വെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ എടുക്കാതിരിക്കണം എന്നുള്ള രീതിയിലാണോ? അങ്ങനെയല്ല. നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഇത് ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെടുന്ന ഡേറ്റ ആണോ, അത് എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, അത് ആസ് എ ഹോൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന മാത്രമാണോ, അങ്ങനെ പല നേച്ചറുകൾ നമ്മൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡേറ്റാസിനെ അതിന്റെ ഡീറ്റെയിൽസ് ഇവാലുവേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, സൈസ് ആണ്. നമ്മുടെ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡേറ്റയുടെ സൈസും അതുപോലെയല്ല നമുക്ക് സ്റ്റോർ ലൊക്കേഷന്റെ സൈസും. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ആണ് നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ ആ രീതിയിൽ സ്റ്റോറിങ് നമ്മൾ കൊടുക്കുക. റിട്രീവൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, ക്വിക്ക് മോഡിൽ കിട്ടത്തക്ക രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ അതിന്റെ കറസ്പോണ്ടിങ് മാനിപ്പുലേഷൻ വർക്കുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ഫയൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഫയൽ സ്റ്റോർ ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും അത് ഓവർറൈറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാൻ, അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫയൽ ഓപ്പറേഷൻ, ദാറ്റ് ഫയൽ ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോം ഈസിലി ആൻഡ് ക്വിക്ലി. ആ രീതിയിലായിരിക്കണം നമ്മൾ ഫയൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്നൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ അടുക്കളയിൽ അലമാരി പണിപ്പിക്കുന്ന പോലെ ഷെൽഫ് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒരു ലൊക്കേഷൻ നമ്മുടെ അടുത്ത് ചെയ്യുന്ന പോലെ നമുക്ക് ടോട്ടൽ സ്പേസിൽ നിന്ന് ആ സ്പേസിനെ നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ആക്ച്വലി ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ എന്ന് പറയുന്നത് പെർമനന്റ് സ്റ്റോറേജ്, ഡേറ്റയുടെ പെർമനന്റ് സ്റ്റോറേജിനെയാണ് നമ്മൾ ഫയൽ എന്നുള്ള കോൺസെപ്റ്റിൽ കൊടുക്കുന്നത്. അപ്പൊ ആ ഫയൽ സ്റ്റോർ ചെയ്യുമ്പോഴായിട്ട് നമുക്ക് സിസ്റ്റത്തിന് ബൈനറി വാല്യൂസേ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നമ്മൾ എങ്ങനെ കൊടുക്കുന്നുണ്ട്, നമ്മൾ യൂസർ കൊടുക്കുന്ന ഒരു നെയിം ഉണ്ട്, ദാറ്റ് ഈസ് പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ് രണ്ട് പോർഷനോട് കൂടിയിട്ടാണ് ഒരു ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ പ്രൈമറി പാർട്ട് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ ഫയൽ ആൻഡ് ദ സെക്കൻഡറി പാർട്ട് സ്പെസിഫൈസ് ദ എക്സ്റ്റൻഷൻ ഓർ ടൈപ്പ് ഓഫ് ദ ഫയൽ. ദീസ് ടു പാർട്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ പീരിയഡ്. ഒരു ഡോട്ട് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പം ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഫയലുകൾ ഡേറ്റ പെർമനന്റ് സ്റ്റോറേജ് ആയിട്ട് പോകുന്ന ആ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ ആക്സസ് ചെയ്യണം, എങ്ങനെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ ആണ് ഫയൽ സിസ്റ്റത്തിനകത്ത് വരാം. ദാറ്റ് മീൻസ് ഫയൽ സിസ്റ്റം സ്പെസിഫൈസ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റോറേജ്. ആ സ്റ്റോറേജിന്റെ സ്ട്രക്ചർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഫയൽ സിസ്റ്റം. അതിന്റെ കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി എത്രയുണ്ട്, ആ ടോട്ടൽ കപ്പാസിറ്റിയിൽ എത്ര പോർഷൻസ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന രീതിയിൽ എടുക്കുക കേട്ടോ. It means file system have methods and data structure that an operating system uses to keep track of file on a disk or partition and the way the files are organized on the disk. That is the exact definition. File system എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് ക്ലിയർ ഐഡിയ കൊടുക്കാനായിട്ട് നമുക്ക് പറയാവുന്ന കേസാണ് മെത്തേഡ് ആൻഡ് ഡേറ്റ സ്ട്രക്ചർ ആണ് ഇത്. അതിൽ മെത്തേഡ് ആൻഡ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി, ചില ഹാർഡ് ഡിസ്കിന് നമുക്ക് കുറച്ച് സൈസേ ഉണ്ടാവുള്ളൂ, ചില ഹാർഡ് ഡിസ്കിനകത്ത് വളരെ കൂടുതൽ കപ്പാസിറ്റി. അപ്പോൾ കപ്പാസിറ്റി കൂടുതലുള്ള ഹാർഡ് ഡിസ്കിലേക്ക് യൂസ് ചെയ്യുന്നത് കൂടുതൽ ഫയൽസുകൾ സ്റ്റോർ ചെയ്യാം. അപ്പൊ ആ ഫയൽസുകളെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റണം. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എത്ര ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്യാൻ എത്ര ബിറ്റ് യൂസ് ചെയ്യാം. നോർമലി ഫയൽ അലൊക്കേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഫാറ്റിന്റെ യൂസേജ് ആണ്. ഫയൽ അലൊക്കേഷൻ ടേബിൾ ക്രിയേഷൻ ആണ്. അത് 16 ആണോ 32 ബിറ്റ് ആണോ എന്നുള്ള രീതി, അത് സ്റ്റോറേജിന്റെ ബേസ് 2GB ഒക്കെ വരുന്ന റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2GB to 4GB റേഞ്ചിൽ വരുന്നതിനെല്ലാം നമ്മൾ
ഫാറ്റ് 16 റേഞ്ചിൽ എടുക്കാം. അതിൽ കൂടുതലകത്തേക്ക് വരുമ്പോൾ വേർഷൻസ് കൂടി കഴിയുമ്പോൾ കൂടുതൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോഴത്തൊക്കെ നമ്മൾ ടെറാബൈറ്റ് സ്റ്റോറേജ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം 32 ആ റേഞ്ചിലേക്ക് നമ്മൾ യൂസ് ചെയ്തെടുക്കുന്നു. അപ്പം ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത് വരുന്നതും. അത് ഒരു വലിയ മാർക്കിനല്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാർക്കിനായിരിക്കും ചോദിക്കാൻ, ഡിവൈഡ് ചെയ്തായിരിക്കും സെക്ഷൻ ചോദിക്കുന്നത്. പക്ഷെ ഫയൽ സിസ്റ്റം എന്താണെന്നുള്ള ഡെഫിനിഷൻ തുടങ്ങിയിട്ട് ആ ഫയൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ഏതാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണോ അല്ല, അതായത് നമ്മുടെ ഫയൽ സിസ്റ്റം പലതരത്തിലുണ്ട്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 16ഉം 32, പിന്നെ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം രണ്ടെണ്ണമാണ് ഫ്രീക്വന്റ് ഇന്റർചേഞ്ച് ചെയ്ത് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫാറ്റ് 16 ഫാറ്റ് 32 NFS കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോവാം. അപ്പൊ ഫയൽ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഫയൽസിനെ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്, അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റാ സ്ട്രക്ചർ, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഫയൽസിനെ എങ്ങനെയാണ് കീപ് ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പൊതുവെ പറയുന്നത്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഫയൽ സിസ്റ്റം, ആദ്യം ഫയൽ സിസ്റ്റത്തിന്റെ ടൈപ്പാണ് പറഞ്ഞു തരുന്നത്. ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ഫയൽ സിസ്റ്റത്തിന് മാനേജ് ചെയ്യേണ്ടത്? ഒന്ന് സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്പേസ് മാനേജ്മെന്റ് നമുക്കറിയാം മൾട്ടിപ്പിൾ ഫിസിക്കൽ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫയൽ സിസ്റ്റത്തിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ വരികയെന്ന് വെച്ചാൽ ഫയൽസ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുക, ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് അത് ഓരോ ഡയറക്ടറീസ് ഫോൾഡേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ അതെങ്ങനെയാണ് അതിന്റെ പാത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫയൽ സിസ്റ്റം ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്, ഫയൽ സിസ്റ്റം ഫ്രാഗ്മെന്റ് ചെയ്യാൻ പീസസ് എന്നാണ് ഫ്രാഗ്മെന്റേഷൻ എന്നുള്ളതിന്റെ അർത്ഥം. ഈ പീസസ് എങ്ങനെ ഉണ്ടായിരിക്കും? ചിലപ്പോൾ യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഏരിയാസ് നമുക്ക് പലതരത്തിലായിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം സ്റ്റോർ ചെയ്യാൻ ഒരു സൈസിലുള്ള സ്റ്റോർ, ഇപ്പൊ 2 ബൈറ്റ് അല്ലെങ്കിൽ ഒരു 512 ബൈറ്റ് ഡേറ്റ ഞാൻ ആദ്യം സ്റ്റോർ ചെയ്ത് വെച്ചു. ആ സാധനം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്ര ഇടയ്ക്ക് റിമൂവ് ആയി പോകുമല്ലോ, വെച്ചാൽ ആ സ്പേസ് വേക്കൻഡ് ആയി പോകും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് പോകുന്നതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് പോർഷൻസ് നമ്മൾ ചില പോർഷൻസ് റിമൂവ് ആകുമ്പോൾ അതിന്റെ ഇടയിലും വേക്കൻഡ് സ്പേസസുകൾ ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ചില പ്രോഗ്രാംസിന്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില പ്രോഗ്രാംസുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് മെമ്മറിയിൽ ഇരുന്നാൽ മാത്രമേ വർക്ക് ചെയ്യപ്പെടും. അങ്ങനെയുള്ള സ്പേസസുകൾക്ക്, അങ്ങനെയുള്ള പ്രോഗ്രാമുകളെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ അലൊക്കേഷൻ എന്ന് പറയുന്ന രീതി അല്ലെങ്കിൽ റീ അലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു മേജർ വർക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് മെമ്മറീസിനെ എല്ലാം കണ്ടിന്യൂസ് പാറ്റേണിലേക്ക് മാറ്റാൻ വേണ്ടി പ്രോസസ്സുകളെ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട പ്രൊസീജിയർ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. സെഗ്മെന്റേഷൻ പരിപാടി പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന പേജിനെ ഒക്കെ മാറ്റിയെടുക്കുന്നതിൽ. അതേപോലെ അപ്പൊ ഇവിടെ ഫ്രാഗ്മെന്റേഷൻ യൂസ് ചെയ്യുന്ന യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഏരിയാസ്, ഡിഫറെന്റ് സൈസിലുള്ള യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഏരിയാസിനെ നമ്മൾ മാനേജ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫ്രീ സ്പേസ് ഉൾപ്പെടെ ആ ഫ്രീ സ്പേസിനാണ് ഫ്രാഗ്മെന്റേഷൻ എന്നുള്ള രീതി, ഫ്രാഗ്മെന്റ്സ് എന്നുള്ള രീതി. അപ്പോൾ യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഏരിയാസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഫയൽ നെയിംസിനെ കുറിച്ചുള്ള, ഫയൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ സ്പെസിഫിക് പാറ്റേണിനാണ് നമ്മൾ ഫയൽ നെയിംസ് യൂസ് ചെയ്യുന്നത്. അതായത് നെയിമിനകത്ത് നമ്മൾ പറയല്ലേ എല്ലാം സ്പെഷ്യൽ സിമ്പിൾസുകളൊന്നും നമ്മൾ കൊടുക്കാൻ പറ്റില്ല, അത് ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അതിനകത്ത് രണ്ട് നേച്ചർ കാണിക്കുന്ന, പണ്ട് ഡോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 8 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് 32 റേഞ്ചിൽ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ മാക്സിമം ഷോർട്ട് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള രീതി പറയാം. അതിനകത്ത് സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ചില സിസ്റ്റത്തിലെ ഫയൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലത് കേസ് സെൻസിറ്റീവ് ആവും, ചിലത് ഇൻസെൻസിറ്റീവ് ആവും. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിനും സ്മോൾ ലെറ്ററിനും ഡിഫറെന്റ് മീനിങ്. ഇപ്പൊ ബയോഡേറ്റ എന്ന് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നു, ബയോഡേറ്റ സ്മോൾ ലെറ്ററിൽ കൊടുത്താൽ അത് രണ്ടും രണ്ട് ഫയലായിട്ടായിരിക്കും എടുക്കാൻ കൊടുക്കുന്നത്. പക്ഷെ ചില സമയം നമുക്ക് HTML കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫയൽ സിസ്റ്റത്തെ ബേസ് ചെയ്താണ്. ഇൻ കേസ് ഇൻസെൻസിറ്റീവ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരേ പേര് ലെറ്റർ മാത്രമേ നോക്കുന്നുള്ളൂ. ABCD അല്ലെങ്കിൽ എന്താണോ ഫയൽ നെയിം, എന്താണോ ആ ഫയൽ നെയിമിന്റെ ജനറൽ വാല്യൂ എന്താണോ അത് രണ്ട് ക്യാപിറ്റൽ ആയിക്കോട്ടെ സ്മോൾ ലെറ്റർ ആയിക്കോട്ടെ അത് ബോധേഡ് അല്ല. ആ നെയിം ഒരേ ഇതിൽ മാത്രം യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻസെൻസിറ്റീവ് എന്ന രീതിയിൽ എടുക്കുക. കേസ് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സിനും ലോവർ കേസ് അപ്പർ കേസ് രണ്ടും രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. റെസ്ട്രിക്ഷൻസിൽ ഒന്നാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ അത് ചെക്കിംഗ് എല്ലാം ഇതിനകത്ത് ഫയൽ നെയിം കൊടുക്കുന്ന സമയത്ത് വരുന്നില്ല, സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ സപ്പോർട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതിനകത്ത് വരുന്നത് ഡയറക്ടറീസ്
ഡയറക്ടറീസ് സബ് ഡയറക്ടറീസ് എന്ന് വെച്ചാൽ ഫോൾഡേഴ്സ് ഫയലുകൾ എങ്ങനെയാണ് സേവ് ചെയ്ത് സബ് ഫോൾഡേഴ്സ് പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ടോ ആ ഡയറക്ടറി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നത് ഹൈറാർക്കിയൽ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഫയൽ സിസ്റ്റത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. മെറ്റാഡാറ്റ നമുക്കറിയാം ഇൻഫോർമേഷൻ ഇതിനെ ബേസ് ചെയ്യുന്ന അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് മെറ്റാഡാറ്റ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫയൽ സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയി അല്ലെങ്കിൽ ഫയൽ സിസ്റ്റത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫയൽ നെയിം കൊടുക്കുന്നത് എങ്ങനെയാണ്, ഡയറക്ടറീസ് എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ പറയാം ഇതിന് എന്തുണ്ട്, ഫയൽ സിസ്റ്റത്തിന്റെ കുറച്ച് ഫംഗ്ഷണൽ ലിമിറ്റുകൾ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നോർമലി നമ്മൾ പറയുന്നത് സ്റ്റോറേജ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ലിമിറ്റേഷൻ വരുന്നത്. അപ്പൊ ഫയൽ സിസ്റ്റം കോംപ്ലക്സിറ്റിയിൽ മെയിൻ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൈലബിൾ സ്റ്റോറേജ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ഡോസിനകത്ത് സംബന്ധിച്ച് ബയോസ് ഡെവലപ്മെന്റ് എല്ലാം 512 ബൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ആദ്യ കാലങ്ങളിലെ സിസ്റ്റങ്ങളിൽ വെറും KB വാല്യൂസ് ആണ് മാനേജ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള സ്ട്രക്ചർ ആണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ വേണമെങ്കിൽ പറയാം പണ്ട് കാലത്തെ ആൾക്കാർക്ക് 1-2 ഡ്രസ്സേ ഉണ്ടാവുള്ളൂ, അതിന് മാനേജ് ചെയ്യാനായിട്ട് ഒരു പെട്ടിയുടെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രസ്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു അലമാരി വേണ്ടി. ഇനി വളരെ കൂടുതലാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിനായിട്ട് സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയാസ് അല്ലെങ്കിൽ അതിനുള്ള സെക്ഷൻ തന്നെ ഉണ്ടായിരിക്കും. എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ട കണ്ടന്റിനനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസിനെ എങ്ങനെ മാനേജ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്, ഫയൽ സിസ്റ്റത്തിനകത്ത് നോക്കുന്നത് കേട്ടോ. അപ്പൊ ആ സ്പേസ് എവിടേക്കാണ് പോകുന്നത് അതിനെ നമ്മൾ ലേബൽ ചെയ്ത് യൂസ് ചെയ്യുന്ന പോലെ അതിനെ ഓർഗനൈസ് ഇൻഡെക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇൻഡെക്സിങ് യൂസ് ചെയ്ത പൊതുവെ നമുക്ക് ആക്സസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് കാറ്റഗറി എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ടൈപ്പ് ഏതൊക്കെ തരത്തിലുള്ള ഫയൽ സിസ്റ്റംസ് ഉണ്ട്. അത് ജനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിസ്ക് ഓർ ടേപ്പ് ഫയൽ സിസ്റ്റംസ്, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ഫയൽ സിസ്റ്റം. 3 കാറ്റഗറിയിലേക്കാണ് പൊതുവെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡിസ്ക് അല്ലെങ്കിൽ ടേപ്പ്, പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച ടേപ്പ് ഫയൽ സിസ്റ്റംസ്, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം ഓർ സ്പെഷ്യൽ പർപ്പസ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന 3 കാര്യങ്ങളിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യമേ നോക്കുന്നത് ഡിസ്ക് ഫയൽ സിസ്റ്റം ആണ്. ഡിസ്ക് ഫയൽ സിസ്റ്റത്തിനകത്ത് ഹാർഡ് ഡിസ്ക് പോലെയുള്ള പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഡിസ്ക് പണ്ടത്തെ ഉണ്ടായിരുന്ന ആ മാഗ്നറ്റിക് ഡിസ്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കപ്പാസിറ്റി മാനേജ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഫയൽ അലൊക്കേഷൻ ടേബിൾ എന്ന് പറയുന്നതാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഫാറ്റ് പഴയ കാലം ഇപ്പൊ പിന്നും യൂസ് ചെയ്യുന്ന ഒരു സാധനം ഫാറ്റ് 16, ഫാറ്റ് 32. എക്സ്റ്റെൻഡബിൾ ഫാറ്റ് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിന്റെ കേസിലുള്ള ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം, നെറ്റ്വർക്ക് അല്ല സോറി ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റംസ്, അങ്ങനെ പല വേർഷൻസിനകത്തുള്ള ഡിസ്ക് ഫയൽ സിസ്റ്റംസ് നമുക്ക് ഉണ്ടാവും. അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഫാറ്റ് 16 കുറിച്ചും ഫാറ്റ് 32 കുറിച്ചും എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ജനറൽ ഐഡിയ കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് 16 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ഫീച്ചേഴ്സ് മാത്രം എടുത്ത് ഇതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം നമ്മൾ സ്റ്റോറേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞു, ലൊക്കേഷൻ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു പാർട്ടീഷനും ഇങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ വന്നു വെച്ചാൽ ഫയൽ നെയിമിന്റെ കേസാണ്. പണ്ടത്തിൽ വെച്ചാൽ ഒരു ഇതിനകത്ത് ഫയൽ നെയിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതായത് ഇപ്പൊ ഒരു ബയോഡേറ്റ എന്ന് ഞാനൊരു ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. സിംഗിൾ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുക, ഒരു സിംഗിൾ പാർട്ടീഷൻ കേസ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ പാർട്ടീഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരുന്നത്. ഈ മൾട്ടിപ്പിൾ പാർട്ടീഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രൈവ് ലെറ്റേഴ്സ് ആണ് സ്പെസിഫൈ ചെയ്തൊക്കെ പോകുന്നത്. ഇതില് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്താണ്, ഒരു ടേം ഒരു നെയിം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാം. പക്ഷെ ഡിഫറെന്റ് ലൊക്കേഷൻസിലായിരിക്കണം. സബ്സ്ട്രക്ട് ഹൈറാർക്കി പാറ്റേണിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഫറെന്റ് ലൊക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഫാറ്റ് 16 എന്ന് പറയുന്ന ഒരു ഫയൽ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്തത് മാക്സിമം 2 GB അല്ലെങ്കിൽ 2 GB അപ് ടു 4 GB വരെയുള്ള ഒരു സൈസ് ഉണ്ടായിരുന്നു സ്റ്റോറേജിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു.
ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 4 GB വരെയുള്ള ഒരു മാനേജ്മെന്റ് വേണ്ടിയിട്ട് നമുക്ക് FAT16 യൂസ് ചെയ്യാം. ടെറാബൈറ്റ് അതിൽ കൂടുതൽ കേസസ് വരുന്ന സമയത്ത് അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതിന് നമുക്ക് 16 വെച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം ചില ഈ കണ്ടന്റുകൾക്ക് ചിലപ്പോൾ 2 GB കൂടുതൽ 2 GB കൂടുതൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ഈ ഒരു സിംഗിൾ സോഴ്സ് ഡേറ്റ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം FAT32 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ അപ്പൊ ആ FAT32 എന്ന് പറയുന്നത് കൂടുതൽ സൈസ് കൂടുതലുള്ളതിനകത്ത് ഉണ്ടാകുന്ന ഫയൽ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് മാക്സിമം ഫയൽ സൈസുകൾ നമ്മൾ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ FAT16 പഴയകാല സിസ്റ്റങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള മോഡേൺ സിസ്റ്റംസിലെ എക്സ്റ്റേണൽ ഡ്രൈവ്സിനകത്ത് ഫ്ലാഷ് സ്റ്റോറേജുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് FAT32 ആണ്. ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറവാണ്. ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും 32-നുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു ജനറൽ ഐഡിയ ആണ് നിങ്ങൾ കമ്പയർ ചെയ്ത് പറയേണ്ടത്. അപ്പൊ ഫയൽ സിസ്റ്റം എന്താണെന്ന് ഡെഫിനിഷൻ കൊടുക്കുക, അതിനുശേഷം FAT16 FAT32 സ്പെസിഫിക്കേഷൻസ് പറയാം. ഇപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. FAT16 എന്ന് പറയുന്ന വെരി സ്മോൾ ഡ്രൈവ്സ് ഡിവൈസസുകൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്തു. ലാർജർ ഡ്രൈവ്സ് വേണ്ടി സ്റ്റോറേജിന് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ FAT32 ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. ഈ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടത്. അപ്പൊ അതിന് ഇത് ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതിയായിരിക്കും. ഇതിനെല്ലാം തന്നെ ഈ ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് മാപ്പ് എന്ന് പറയുന്ന സംഗതി, മാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, യൂസ്ഡ് ഏരിയ അല്ലാത്ത ഏരിയാസ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടൊരു ലിങ്ക് കൊടുക്കാം. സോറി, മാപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതെല്ലാം പെർഫോം ചെയ്യുന്നത് മാസ്റ്റർ ഫയൽ ഡയറക്ടറി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. നമുക്ക് മാസ്റ്റർ ഫയൽ ഡയറക്ടറി ആണ് നമ്മൾ യൂസ് ഏരിയയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഫ്രീ ഏരിയസിനെ കുറിച്ചുള്ള. അപ്പൊ ഒരു ഫയലിന് സേവ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ആ ഫയലിന്റെ സൈസ് എത്രയാണെന്നും അത് സ്റ്റോർ ചെയ്യത്തക്ക രീതിയിൽ ഫ്രീ സ്പേസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ കണ്ടന്റ് എങ്ങനെ കണ്ടിന്യൂസ് മെമ്മറി പോകേണ്ടതാണോ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ നേച്ചർ നോക്കിക്കൊണ്ട് കറസ്പോണ്ടിങ് സ്റ്റോറേജ് കൊടുക്കും. അതേപോലെ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ സ്റ്റോർ ചെയ്ത ഒരു സാധനത്തിന് ഡിലീഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ ഒരു മാസ്റ്റർ ഫയൽ ഡയറക്ടറിയുടെ യൂസോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഫ്രീ സ്പേസും യൂസ് സ്പേസും എല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഒരു ഫയൽ സിസ്റ്റത്തിനകത്ത് അടുത്ത കേസ് അപ്പോൾ ഡിസ്ക് ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ടേപ്പ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നതിന് ശേഷം നമുക്ക് ഒപ്റ്റിക്കൽ ഫയൽ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യും. ഒപ്റ്റിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഡ്രൈവ്സിൽ യൂസ് ചെയ്യും. ഒപ്റ്റിക്സ് എന്ന് ഉദ്ദേശിച്ച് ലൈറ്റ് ബേസ് ചെയ്തുകൊണ്ട് പോകുന്നല്ലേ. അപ്പൊ അതിന്റെ CDs DVDs യൂസ് ചെയ്യുന്ന ബ്ലൂറേ ഡിസ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. ഫ്ലാഷ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറി മാനേജ് ചെയ്യാനായിട്ട്. ഫ്ലാഷ് മെമ്മറിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് എറേസർ ചെയ്യാൻ കൊടുക്കാൻ പറ്റും. നമ്മൾ റോമിനെ കുറിച്ചൊക്കെ പല പ്രാവശ്യം അതിന്റെ ഫസ്റ്റ് നമ്മുടെ BCAയുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് മെമ്മറീസ് ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഡിലീറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെമ്മറികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണ് ഫ്ലാഷ് മെമ്മറി എന്നുള്ള രീതി. അങ്ങനെയുള്ള ഫ്ലാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റമാണ് ഫ്ലാഷ് ഫയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്കറിയാം, ആ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ലാർജ് സൈസിലുള്ള മെമ്മറി എന്തായിരിക്കും. അപ്പൊ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയും അതിനെ മാനേജ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഡിലീഷൻ പെർഫോം ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നത്. അപ്പം അതിനകത്ത് മാനേജ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഫ്ലാഷ് ഫയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ എടുക്കും. മാഗ്നറ്റിക് ടേപ്പിനകത്ത് യൂസ് ചെയ്തിരുന്നതാണ് ടേപ്പ് ഫയൽ സിസ്റ്റം. അതായത് സീക്വൻഷ്യൽ ഓർഡറിൽ മാനേജ് ചെയ്യുന്ന മാഗ്നറ്റിക് ടേപ്പുകളെ എങ്ങനെയാണ് യൂസ് ചെയ്ത് അതിനകത്ത് റാൻഡം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റാൻഡം റീഡ് ചെയ്യാനായിട്ട് അതിന്റെ വൈൻഡിങ് പാത്ത് ചൂസ് ചെയ്ത് വെക്കുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ ടേപ്പ് ഫയൽ സിസ്റ്റം. അതിന്റെ സ്റ്റാർട്ട് ചെയ്താൽ എൻഡ് ഏതാന്നുള്ളതിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വരിക്കില്ല. അങ്ങനെയുള്ള ഫയൽ സിസ്റ്റമാണ് ടേപ്പ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ പഴയ ഇതിനെ കുറിച്ച് ഇപ്പം യൂസ് ആവശ്യമായിട്ട് വരാറില്ല, കാരണം ഇത് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം ആയതുകൊണ്ട്. നമ്മളെ സംബന്ധിച്ച് ഡിസ്ക് ഫയൽ സിസ്റ്റംസിനെ നമുക്ക് യൂസ് വേണ്ടി വരുന്നു. പിന്നെ നമുക്ക് വേണ്ടി വരുന്ന ഒന്ന് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എവിടെയായിരിക്കും യൂസ് ചെയ്യുന്ന, ഒരു ക്ലൈന്റ് മോഡൽ പാറ്റേണിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ റിമോട്ട് സിസ്റ്റം ഫയൽസ് ആക്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്കിനകത്ത് മാനേജിങ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതിനെയാണ് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതിനകത്ത് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് NFS എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം NFSനെ കുറിച്ച് ചോദിക്കാറുണ്ട്. NFSന്റെ ജനറൽ ഐഡിയയില് ഇതൊരു ഈ ഫയൽ സിസ്റ്റം ഇപ്പൊ ഫാറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ ആണെങ്കിലും
ഒരു വലിയ മാർക്കിനുള്ളതല്ല, ചെറിയ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമൊന്നുമില്ല. NFS എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം പ്രോട്ടോകോൾ ആണ്. that allows user to access files stored in a remote server as if they were local. This is achieved by mounting the remote file system onto a local directory. It's widely used in network environment to share files and resources across multiple machines. അതിനകത്ത് ഈ ഒരു പോയിന്റ്സ് മാത്രം, ജനറൽ ഐഡിയാസ് മാത്രം പറഞ്ഞു നിർത്തിയാൽ മതി. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിമോട്ട് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിമോട്ട് ഫയൽസ് ആക്സസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഫാക്ട് ആണ്. അതിൽ കുറച്ച് സമയമാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിരിക്കുന്ന കുറവാണ് NTFS നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിന്, NFS കുറിച്ചുള്ളത്. ഇനി ഫയൽ സിസ്റ്റം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ വലിയ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 2-5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് 10 മാർക്കിലേക്ക് കിട്ടുമല്ലോ. പിന്നെ അടുത്തൊരു ബാക്കിയുള്ളതൊന്നും അങ്ങനെ അധികം ചോദിച്ച ഒരു കേസല്ല. ഷെയർഡ് ഡിസ്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതി, ആ ടേമുകൾ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സബ്സിസ്റ്റം ആക്സസ് കൊടുക്കാൻ വേണ്ടി, സബ്സിസ്റ്റം ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ സ്പെഷ്യൽ ഫയൽ സിസ്റ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് this is a special system presents non-file elements of an operating system as file, so they can be acted on using file system APIs. ഫയൽ ആണെന്ന് തോന്നാത്ത കാര്യങ്ങളെ നമ്മൾ ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള, അതിനെ മാനേജ് ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. Flat file system. A flat file system is a system of files in which every file in the system must have a different name. ഇതൊരു ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കേസാണ്. നമ്മൾ വിൻഡോസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനകത്ത് ഒരു സിംഗിൾ നെയിമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം, അതാണ് ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്കുണ്ടായ പ്രശ്നം എന്താണ്, ഓരോന്നിനും ഡിഫറെന്റ് നെയിമുകൾ കൊടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കേഴ്സിറ്റി ഉണ്ടാവും, നെയിമിന്റെ സ്കേഴ്സിറ്റി എന്ന് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനെ മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഡയറക്ടറീസ്, മൾട്ടിപ്പിൾ ഡയറക്ടറീസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത്, അത് ഡോസ് പോലെയുള്ള പഴയ കാലങ്ങൾ വിൻഡോസ് 95 മുതലുള്ള ഹൈറാർക്കൽ ഫയൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഫ്ലാറ്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഹൈറാർക്കൽ ഫയൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തിൽ വീണ്ടും ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്ത് സെയിം നെയിം തന്നെ സബിനകത്ത് യൂസ് ചെയ്യാം. മെയിലിൽ വരാൻ പാടില്ല എന്നുള്ള, ഒരു ലൊക്കേഷനിൽ ഒരു നെയിം വരാൻ പാടില്ല എന്ന് മാത്രം, ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഡോസില്ല ആദ്യം യൂസ് ചെയ്തിരുന്ന, മാക്കിൻടോഷിനും ഡോസിലൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം. ഇപ്പൊ നമ്മൾ ഹൈറാർക്കൽ ഫയൽ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഒരു നെയിം തന്നെ പല പല ലൊക്കേഷൻ, ഇപ്പൊ സി ഡ്രൈവിൽ യൂസ് ചെയ്യാം, റീഡിൽ യൂസ് ചെയ്യാം, സിക്കകത്ത് സബ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് യൂസ് ചെയ്യാം. അതൊക്കെ ഇതിലോ ഇനി ഇതിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വന്ന കേസ് എന്ന് വെച്ചാൽ ഫയൽ സിസ്റ്റംസിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് രണ്ട് മോഡുകളെ കുറിച്ച് നമ്മൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന 2 രീതിയിലുള്ള നമുക്ക് ഇന്റർഫേസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി. കമാൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് മീൻസ് നമ്മുടെ ഐക്കൺസ്, കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐക്കൺസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർപ്രറ്റ് ചെയ്തോളും. അങ്ങനെ 2 കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയൽ സിസ്റ്റം സ്ട്രക്ചർ കൊടുക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സിസ്റ്റം തന്നെ പലതിന് വേണ്ടിയിട്ട് 2 OS സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഫയൽ സ്ട്രക്ചറും നമുക്ക് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിന് മാപ്പിംഗ് അപ്പോൾ ഡിപ്പെൻസ് നേച്ചർ, അതിന്റെ നേച്ചർ അനുസരിച്ച് പെർഫോം ചെയ്യപ്പെടാനായിട്ട് അപ്പൊ നമുക്ക് മാനേജേഴ്സ് ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഒരു ഹൈറാർക്കൽ ലിനക്സിൽ അല്ലെങ്കിൽ യൂണിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് എപ്പോഴും റൂട്ടിൽ നിന്നായിരിക്കും റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സ്ലാഷ് ബേസ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് സബ് ഡയറക്ടറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ട്, പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സബ് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ ഒരു ഹൈറാർക്കൽ പാറ്റേൺ, യൂണിക്സ് ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് യൂസേഴ്സ് യൂസ് ചെയ്യാലോ. ഇപ്പോൾ റൂട്ട് യൂസർ എന്ന് പറയുന്ന ഹയർ പ്രിവിലേജ് ഉള്ള യൂസർ, ഇതൊന്നും ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിവേ ഇങ്ങനെ ഒരു ഹൈറാർക്കൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്ലാഷ് ആണ് അതിന്റെ റൂട്ടായിട്ട് എടുക്കുന്നത്. അതിനുശേഷം പർ സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നു. ഇതിനകത്ത് വരുന്ന ടേം ആണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. മൗണ്ടിങ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ലൊക്കേഷനിനകത്തേക്കുള്ള ഒരു ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. മൗണ്ടിങ് എ ഫയൽ സിസ്റ്റം ഈസ് സിംപ്ലി മേക്കിംഗ് ദ പെർട്ടിക്കുലർ ഫയൽ സിസ്റ്റം ആക്സസിബിൾ അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ്
ലൊക്കേഷൻ. നമ്മൾ ഏത് ലൊക്കേഷനിൽ നമ്മൾ ആവശ്യപ്പെടുന്നു, നമ്മൾ സർവീസ് ആവശ്യപ്പെടുന്നു, ആ സർവീസ് നമ്മുടെ ലൊക്കേഷനിലേക്ക് സർവീസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു കണക്ഷൻ പാത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. മൗണ്ട് ചെയ്യുന്ന സമയത്ത് അറിയേണ്ട ഒരു കാര്യം, നീഡ് ടു നോ ദ ഡിവൈസ് നെയിം അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ സ്റ്റോറേജ് ഡിവൈസ് ആൻഡ് ഡയറക്റ്റ് യു വുഡ് ലൈക്ക് ടു മൗണ്ട്. ഇതിലേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് കൊണ്ടുവരേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടാണ് മൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ നോർമലി ഒരു ഓട്ടോ മൗണ്ടർ ഉണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി മൗണ്ട് ഫയൽസിന് നമ്മുടെ റിക്വസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാംസുമായിട്ട് ചെയ്തു തരും എന്നുള്ളതാണ്. ഇതിൽ ഇനി പോയിന്റ്സ് ഒന്നും യുണിക്സിന് കറസ്പോണ്ടിങ് അതേപോലെ തന്നെ ലിനക്സിനുള്ള ഒരു സെക്ഷൻ, ഈ ഒരു സ്ട്രക്ചർ വേണേ ഓർത്ത് വെക്കേണ്ടത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് കാണുമായിരിക്കും. അപ്പോൾ അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെയാണോ ഉള്ളതെന്നുള്ളത്. ഇനി ഇത് ഓരോ സബ് ഡയറക്ടറീസ് ആണ് നമ്മൾ റൂട്ട് നമ്മൾ സ്ലാഷിൽ കാണിക്കുന്നു, അതിന് കറസ്പോണ്ടിങ് സബ് ഡയറക്ടറീസ് വരുന്നു. ഈ സബ് ഡയറക്ടറീസുകൾ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സബ് ഡയറക്ടറീസിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ സബ് ഡയറക്ടറീസും യൂസ് ചെയ്യുന്നത്, റിസർവ്ഡ് സർവീസസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സബ് ഡയറക്ടറീസ് യൂസ് ചെയ്യുക. അപ്പോൾ സ്ലാഷ് ഡിവൈസ് ഡയറക്ടറി കണ്ടെയ്ൻസ് ഫയൽസ് എൻട്രീസ് വിച്ച് റെപ്രസെന്റ് ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ സിസ്റ്റം. ദീസ് ഫയൽസ് ആർ എസെൻഷ്യൽ ഫോർ സിസ്റ്റം ടു ഫംഗ്ഷൻ പ്രോപ്പർലി. ETC എടുക്കുന്നതും ലൈബ്രറി ഫംഗ്ഷൻസ്, ലൈബ്രറീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേർണൽ ഇൻഫർമേഷൻ പ്രൊസീജിയറിനെ കുറിച്ചുള്ളത്, റൂട്ട് യൂസർ ബിന്ന് ബേസ് തുടങ്ങുന്നത്, ലോഗ് ഫയൽസ്, അത് അതിന്റെ നമ്മുടെ ആക്സസ് കാണിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ആ മെയിൻ സെക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇതാണ് ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫയൽ സ്ട്രക്ചർ, ഡയറക്ടറി സ്ട്രക്ചർ. ഫയൽ സ്ട്രക്ചർ എന്ന് പറയാൻ വേണ്ടി ഡയറക്ടറി സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഫയൽ സിസ്റ്റത്തിനകത്തും ഡിഫറെന്റ് ഫയൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് യൂസ് ചെയ്യുമ്പോൾ ഫാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, NTFS യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫാറ്റും NTFS ഒക്കെയാണ് മൈക്രോസോഫ്റ്റിനകത്ത് അവർ സപ്പോർട്ട് ചെയ്യാം. ഫാറ്റിന്റെ തന്നെ ഫാറ്റ് 16 32 സ്റ്റോറേജിന്റെ സൈസ് അനുസരിച്ച്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ട് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിനകത്ത് ഈ ഡിസ്ക് നമ്മൾ ടോട്ടൽ സ്റ്റോറേജ് നമ്മൾ പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കാണ് പാർട്ടീഷൻ ചെയ്യുന്ന. ഒന്ന്, ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം ഇന്ന് ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഡീമെറിറ്റ് ഉണ്ടല്ലോ, സിംഗിൾ ഫയലിനെ യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ള ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട, പാർട്ടീഷനിങ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനാണ്, നമ്മൾ ഫോർമാറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്യുമ്പോൾ സ്റ്റോറേജിനെ ഡിഫറെന്റ് സെക്ഷനായിട്ട് തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സെക്ഷനെ തിരിച്ചറിയാൻ വേണ്ടി ദർ ഇസ് നീഡ് ടു പ്രൊവൈഡ് നെയിം, ഇറ്റ് ഈസ് ഡ്രൈവ് ലെറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ ഡ്രൈവ് ലെറ്റേഴ്സ് A to Z വരെയുള്ള ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഡ്രൈവ് ലെറ്റേഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിൽ എയും ബിയും ഫസ്റ്റ് ഫ്ലോപ്പി ഡ്രൈവിന് വേണ്ടി കൊടുക്കുന്നു. പിന്നെ C തൊട്ടുള്ള ഡ്രൈവ് ലെറ്റേഴ്സ്, D തൊട്ടുള്ള സാധനങ്ങളാണ്, ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ അതർ സ്റ്റോറേജ് ഡിവൈസസുകൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട്. അപ്പൊ അതിന് പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഹാർഡ് ഡിസ്കിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ CD എന്ന് പറയുന്നത് രണ്ടായിട്ട്, ഒരു ഹാർഡ് ഡിസ്കിന് രണ്ട് പാർട്ടീഷൻ ആയിട്ട് കൊടുക്കണം. Cയും Dയും ഹാർഡ് ഡിസ്കിന് കൊടുത്തതിന് ശേഷം അടുത്ത വലിപ്പം നമ്മൾ പെൻഡ്രൈവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ഒക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവിന് നെയിം കിട്ടും. ഇപ്പം നമ്മുടെ മൊബൈലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, അതിന് ഡ്രൈവ് നെയിംസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു സിസ്റ്റമാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു ഡ്രൈവ് വരുവാണെങ്കിൽ അതിനെ ആക്സസ് ചെയ്ത് അതിന് നെയിം കൊടുത്ത് അത് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ എയും ബിയും ഒരു കാരണവശാലും കൊടുക്കല്. ഫ്ലോപ്പി ഡ്രൈവ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് റിസർവ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിന്റെ ആക്സസ് സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പാർട്ടീഷൻ ചെയ്യേണ്ടി വരുന്നത് സ്റ്റോറേജ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള ഐഡിയ ആണെന്ന് ആദ്യം വെക്കുക. ആ ലൊക്കേഷന് അങ്ങനെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഫയൽ അലൊക്കേഷൻ ടേബിൾസ്, ഫയൽ സിസ്റ്റം സ്ട്രക്ചർ അതിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതും അതിന്റെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ, അതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻസ് എവിടെ പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഫയൽ സിസ്റ്റം കമാൻഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മൗണ്ട് നമ്മൾ എന്താണെങ്കിലും ഒരു ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞല്ലോ. മൗണ്ട് കമാൻഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺമൗണ്ട് യൂസ് ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ വേണ്ടി കറസ്പോണ്ടിങ് മാനുവൽ, ലിനക്സ് യൂട്ടിലിറ്റി മാനുവൽ പ്രൊജക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് കിട്ടും കേട്ടോ.
ഇത് കുറച്ച് എക്സിക്യൂട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുക. എനിവേ ഇതിന്റെ മൗണ്ട് ചെയ്യാനോ അൺമൗണ്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് കമാൻഡുകൾ ഉണ്ട് എന്ന്. ഡിസ്ക് യൂസേജിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക് യൂസേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ നമുക്ക് ഡി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി യൂസേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു നമ്മൾ എടുക്കുള്ളൂ. അതിന് അക്കൗണ്ട് ക്രിയേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഓരോ യൂസറിനും യൂസർ നെയിം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. യൂസർ നെയിം നോർമലി നമ്മളൊരു സ്ട്രിംഗ് ആയിട്ടാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതേ പക്ഷേ യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു യൂസർ ഐ ഡി ഉണ്ട്. അതൊരു യൂണിക് ഐ ഡി ആണ്. ദറ്റ് ഈസ് എ നമ്പർ. ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് യൂസേഴ്സിനെ മാനേജ് ചെയ്യാനുള്ളതാണ്. അപ്പൊ യൂസേഴ്സിന് യൂസർ നെയിം കറസ്പോണ്ടിങ് യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് യൂസേഴ്സിന് നേച്ചറിന്റെ പ്രയോറിറ്റി അനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് നമ്മൾ പറയും റൂട്ട് യൂസർ എന്ന് പറയുന്ന ഫുൾ അതോറിറ്റീസ് ഉള്ള റൂട്ട് യൂസർ എടുക്കും. ആ റൂട്ട് യൂസറിന്റെ ഐ ഡി എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ആ 0 അല്ലാത്ത വാല്യൂസുകൾ തൊട്ട് എൻട്രി കൊടുക്കുകയുള്ളൂ. അതർ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതർ യൂസേഴ്സിന് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പെർമിഷൻസ് നമുക്ക് ബൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് സ്വിച്ച് യൂസർ എന്ന് പറയുന്നത്. സ്വിച്ച് യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് റൂട്ടിനോട് സിമിലർ ആയിട്ട് റൂട്ടിലായിട്ട് പെർമിഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് സൂപ്പർ യൂസർ ഡു അതുപോലെ സ്വിച്ച് യൂസർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ സ്പെഷ്യൽ യൂസേഴ്സ് കേസ് ആയിട്ട് സ്പെഷ്യൽ റൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ് എസ്യുടെ സൂപ്പർ യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പിന്നെ എന്താ പറയുക, യൂസർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. നോർമലി 3 തരത്തിലുള്ള അക്കൗണ്ട്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റൂട്ട്, പിന്നെ ഒന്ന് റെഗുലർ, പിന്നെ ഒന്ന് സർവീസ് എന്ന് പറയുന്നതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കേസ് എടുക്കുന്നത്. റൂട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാളേഷൻ സമയത്താണ് റൂട്ടിന്റെ ക്രിയേഷൻ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജോട് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാധനം. പിന്നെ റെഗുലർ യൂസേഴ്സ് എന്ന് പറയുന്നത് നോർമലി സ്റ്റാൻഡേർഡ് ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് വരുന്ന കേസാണ്. സർവീസസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ അപ്പാഷെ പോലെയുള്ള പല സാധനങ്ങൾ നമ്മൾ അതിനകത്തോട് എടുക്കില്ല. അപ്പൊ ആ സർവീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്കൗണ്ട്സ്. ഇനി ഇതിൽ തന്നെ യൂസർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇതിലേക്ക് ഡിഫറെന്റ് നമുക്ക് നമ്മൾ എടുക്കുമ്പോൾ ഡയറക്ടറി പാറ്റേണിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യപ്പെടുന്ന കേട്ടോ. യൂസർ ഗ്രൂപ്പ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് 1 or more users. ആ ടേമിൽ നിന്ന് നമുക്ക് പറയാവുന്ന കേസ് ഉള്ളൂ. ഇതിൽ എന്താ പോയിന്റ്സ് ഇനി ലിസ്റ്റ് കാണാനായിട്ട് യൂസർ ഇൻഫോർമേഷൻസ് കറസ്പോണ്ടിങ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഷാഡോ ഫയൽസിനകത്ത് അല്ലെങ്കിൽ പാസ്വേഡിനകത്ത് കറസ്പോണ്ടിങ് എന്ത് ചെയ്യേണ്ട അതിന്റെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് എൻക്രിപ്റ്റഡ് പാറ്റേണിലായിരിക്കും സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് പാസ്വേഡ്സ്. പിന്നെ പാസ്വേഡ് ഫയലിന്റെ പാറ്റേൺ, ഇതൊന്നും ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല. ഇനി അതിനൊരു ജനറൽ ആയിട്ട് ഒരു പാസ്വേഡ് ഫയൽ എൻട്രിയുടെ ഒരു പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. 7 കേസസ് ആ ഒരു 7 കോളം ഫോർമാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ഫയലിനകത്ത് ഒരു 7 കോളം ഫോർമാറ്റ് ആണ് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്നത്. 7 കോളം ഫോർമാറ്റിനകത്ത് വരുന്ന നമ്പർ ഇട്ട് കൊടുത്തിട്ട് ഈ സെക്ഷൻ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിനകത്ത് 7 കോളനകത്ത് ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കോളൻ ബേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഇത് ഓരോന്നും ഓരോ ഡ്രൈവിലെ ഡയറക്ടറി പാറ്റേണിലേക്ക് ഇൻഫോർമേഷൻസ് ഫീഡ് ചെയ്ത് പോകുന്നതാണ്. ആദ്യത്തെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ അതൊരു എക്സാക്ട് നെയിം ആണ്, സ്ട്രിംഗ് നെയിം ആയിട്ട് നമ്മൾ യൂസറിന്റെ പേര് നമ്മൾ പോകുന്നു. അത് 1 to 32 ക്യാരക്ടേഴ്സ് ആണ്. 1 and 32 ക്യാരക്ടർ മാക്സിമം 32 ക്യാരക്ടേഴ്സ് ബേസ് ചെയ്ത് ലെങ്ത്തിലുള്ള ഒരു നെയിം നമുക്ക് പോകുന്നു. നെക്സ്റ്റ് പാസ്വേഡ് ആണ് രണ്ടാമത്തെ കേസ്. പാസ്വേഡിന്റെ പൊസിഷനിൽ എക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എൻക്രിപ്റ്റഡ് പാസ്വേഡ് സ്റ്റോർ ആണ് ചെയ്യുന്നത്. ഷാഡോ ഫയലിലേക്ക് പാസ്വേഡ് ഫയലിനകത്തേക്ക് നമ്മൾ പോകുന്നു. പിന്നെ കറസ്പോണ്ടിങ് യൂസർ നെയിം പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ യൂണിക് ആയിട്ട് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ യൂസർ ഐ ഡിയിൽ 0 എന്ന് പറയുന്ന മാത്രം റിസർവ് റൂട്ട് യൂസർ ആണ്. പിന്നെ അവിടെ തൊട്ട് 1 to 99 എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് അക്കൗണ്ട്സ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ ഫർദർ 100 to 9999 വരുന്നത് എവിടെ വരെ പോകുന്നുണ്ടത്, അക്കൗണ്ട്സിലെ ഗ്രൂപ്പ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വരുന്നത്.
ജസ്റ്റ് ഗ്രൂപ്പ് ഐ ഡി ഇതെല്ലാം ജനറൽ ഐഡിയ നമുക്ക് നോക്കുമ്പോൾ ആ സ്ഥാനത്തെ നോക്കുമ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് വരുന്ന കേസ് യൂസർ ഐ ഡിയുടെ ഇൻഫോ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഐ ഡി കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റോർ ആയി പോകുന്നത്, ഹോം ഡയറക്ടറിയിലേക്ക് ഇൻഫോർമേഷൻസ് പോകുന്നത്, പിന്നെ കമാൻഡോയുടെ ഷെല്ല്, അബ്സല്യൂട്ട് അതിന്റെ ഡീറ്റെയിൽ പാത്ത്, ആക്സസ് ചെയ്യാനുള്ള പാത്ത്, ഇങ്ങനെയുള്ള ഒരു 7 കോളം ഡീറ്റെയിൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്ന ഒരു ക്രിയേഷൻ യൂസർ മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ. ഇതും ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന യൂസറിനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ട്രബിൾ ഷൂട്ടിംഗ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരു യൂസറെ ആഡ് ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്. യൂസർ ആഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസറെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിനകത്ത് കറസ്പോണ്ടിങ് എക്സാമ്പിൾ യൂസർ അക്കൗണ്ട് മോഡിഫിക്കേഷനുള്ള കമാൻഡുകൾ, കണ്ണിൽ കണ്ടില്ല കേട്ടോ. ഇതൊക്കെ പക്ഷെ നമുക്ക് യൂസർ അക്കൗണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം, യൂസർ അക്കൗണ്ട് മോഡിഫൈ ചെയ്യാനായിട്ട് സമയം യൂസർ ഗ്രൂപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് ചെയ്ത യൂസർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഡിലീറ്റ് യൂസർ അക്കൗണ്ട്, അത് ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡുകൾ കേട്ടോ. അതിന് സിൻടാക്സും കമാൻഡ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾക്ക് ചെയ്ത് പഠിക്കണം. ഒന്ന് ഏതൊക്കെയാണ് യൂസറിന് കറസ്പോണ്ടിങ് യൂസർ മാനേജ്മെന്റിനകത്ത് വരുന്ന യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളതിന്റെ അതിന്റെ ഒരു എന്താണ് എക്സ്പ്ലനേഷൻ, അതിന്റെ കമാൻഡ് ജനറൽ കമാൻഡിന്റെ മീനിങ്, അതായത് അതിന്റെ കറസ്പോണ്ടിങ് സിൻടാക്സും കൂടെ എടുക്കുക. എക്സാമ്പിൾസോട് കൂടി എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. മിനിമം ഒരു 4 or 5 ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്, അല്ലെങ്കിൽ 4 എണ്ണത്തെ കുറിച്ച് മിനിമം 4 or 5 കമാൻഡ്സുകൾ എഴുതാനാണ് പറയാറ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതില് ഇതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രൂപ്പ് നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, ഗ്രൂപ്പ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് കമാൻഡുകൾ ഉണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്, അതിന് ഗ്രൂപ്പ് ആഡ് കൊടുക്കുന്നത്. ഇപ്പൊ യൂസർ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് സിസ്റ്റം മാനേജ്മെന്റ് കേസസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക, ഗ്രൂപ്പ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് നോർമലി അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡുകൾ, ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്ന കമാൻഡ് ഫോർമാറ്റുകൾ. അപ്പൊ അതിനകത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേസ് ഈ ഐ ഡി ക്രിയേഷൻ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഒരു പ്രാവശ്യം പഠിച്ചാൽ 0 ആണെന്നുണ്ടെങ്കിൽ റൂട്ടിനെ ബിസി 0, അത് 99 മുകളിലോട്ടുള്ള വാല്യൂസുകളായിരിക്കും പൊതുവെ എടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു വാല്യൂവിന് അപ്പർ അല്ലെങ്കിൽ സ്മോളർ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതിന്റെ അസൈൻമെന്റ് വരാം. നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും ഐഡിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇതൊക്കെ ജനറൽ ഐഡിയാസ് അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഡിലീറ്റ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഡിലീഷന്റെ കമാൻഡ്, അപ്പം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക, ഗ്രൂപ്പ് നെയിം കൊടുക്കുക, ഗ്രൂപ്പ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് നോർമലി ഒരു യൂസറിന് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകളിൽ ആവാം കേട്ടോ. പിന്നെ അതിന് അടുത്ത പോർഷൻ സിസ്റ്റം ആൻഡ് കേർണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ആണുള്ളത്. അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന കുറെ ഫംഗ്ഷനാലിറ്റി, ഇത് OS പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ സിസ്റ്റം മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. ബൂട്ടിംഗ് തുടങ്ങിയുള്ള എല്ലാ പെർഫോമൻസ്, വേരിയ ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യണം, ഷെഡ്യൂൾ എങ്ങനെ മെമ്മറി ഷെഡ്യൂൾ ചെയ്യണം, എങ്ങനെ പ്രോസസ് ഷെഡ്യൂൾ ചെയ്യണം, എങ്ങനെ ഡിസ്ക് മാനേജ് ചെയ്യണം, എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ് ചെയ്യണം, അതേപോലെ IOS എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ സെക്യൂരിറ്റി മാനേജ്മെന്റ്, ഇതെല്ലാം തന്നെ പൊതുവെ സിസ്റ്റം മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. പക്ക ഒരു തിയറി സെഷൻ ആണ്. ഇത് OS പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സെക്ഷൻ. ടാസ്ക് ഷെഡ്യൂളറിൽ CPU അലോക്കേഷൻ ആണ് നോർമലി ടാസ്ക് ഷെഡ്യൂളറിനകത്ത് വരിക എന്നറിയാം. കൺകറന്റ് എക്സിക്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡു നത്തിങ് പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. അതിൽ പല ഓപ്ഷൻസ് സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, അതിനെല്ലാം മാനേജ് ചെയ്യാനാണ് ടാസ്ക് ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നത്. That is, task scheduler is the part of the operating system that lets to print a document from a user word processor in one window while you are downloading a file in another window. നമ്മൾ ഒരു കാര്യം മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത്
വേറൊരു കാര്യം ചെയ്യാം, അതിനകത്ത് മൾട്ടി ടാസ്കിങ്ങിനൊക്കെ തന്നെ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിൽ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര നേരം ഒരെണ്ണം അറ്റൻഷൻ കൊടുക്കണോ അതിന്റെ അറ്റൻഷൻ കഴിയുമ്പോൾ തന്നെ അടുത്തേക്ക് പോകാം. പക്ഷെ ആ അറ്റൻഷൻ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ആസ് എ യൂസർ, പുറത്തുനിന്ന് നോക്കുന്ന ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവാത്ത രീതിയിൽ സർവീസ് വളരെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ടാസ്ക് ഷെഡ്യൂളിംഗ്, അതുപോലെ മെമ്മറി മാനേജ് ചെയ്യുക, അതാ യൂസ് ചെയ്യുന്നതിനെയാണ് മെമ്മറി മാനേജ്മെന്റ്, സിസ്റ്റം മാനേജ്മെന്റ് അതോ വരുന്നുണ്ട്. ഡിസ്ക് മാനേജർ ഹാർഡ് ഡിസ്ക് സെക്കൻഡറി ഡിവൈസസുകളെ മാനേജ് ചെയ്യുന്നതാണ് ഡിസ്ക് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് മാനേജറിന്റെ ആവശ്യം നമുക്കറിയാം. നെറ്റ്വർക്ക് നമ്മുടെ സിസ്റ്റം ഒരു ഡിഫറെന്റ് ഡിവൈസസുകളായിട്ട് കണക്റ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ട കേസ്. അതേപോലെ അതായത് IO സർവീസസ് മാനേജർ, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് സർവീസ് മാനേജർ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം. അതായത് നമ്മുടെ OS നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി കൂടുതൽ സമയമൊന്നും കളയേണ്ട കാര്യം വരുന്നില്ല. ജനറൽ ഐഡിയനെ കുറിച്ച്. ഇനി അതിനകത്ത് ആകെ കമാൻഡുകൾ, സിസ്റ്റം കമാൻഡുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിനകത്ത് ഒന്നെന്ന് വെച്ചാൽ ഹൂ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് പറയുന്നു. ലോഗ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൂ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതിന് സ്പെസിഫിക്കേഷൻസ്, ആട്രിബ്യൂട്ട് സ്പെസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാം. ഓള്, ബൂട്ട്, ഡെഡ് എന്നുള്ള രീതിയിൽ. പിന്നെ പാസ്വേഡിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന സാധനം ഡീറ്റെയിൽസ് ഉൾപ്പെടെ മാനുവൽ പേജിനകത്ത് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കമാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണെന്ന്. ക്വസ്റ്റ്യൻ ഇത്രയും നേരം നോക്കിയതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇനി അഥവാ അറിഞ്ഞിരിക്കേണ്ട പ്രോഗ്രാമിങ്ങിനകത്ത് നിങ്ങൾക്ക് ലാബിൽ ഇത് വർക്ക് ഉണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ജനറൽ ആയിട്ട് പോകുന്ന ഫംഗ്ഷൻ. ജനറൽ സിസ്റ്റം മാനേജ്മെന്റിനകത്ത് രണ്ട് കാര്യങ്ങളെ കുറിച്ച്, രണ്ട് കമാൻഡിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം തന്നെ അഡീഷണലി സ്പീനെക്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് ഉണ്ടല്ലോ. അതിനകത്തെ കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. പ്രോസസ്സ് കില്ല് ചെയ്യാനായിട്ടുള്ള കേസ്, മൗണ്ട് ചെയ്യാനുള്ള ഡിസ്ക് യൂസേജിനെ കുറിച്ചുള്ള ഇത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൈൽഡ് ഡയറക്ടറിയെ കുറിച്ചുള്ളത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികൾ. ഇപ്പൊ നമുക്ക് ചാറ്റ് GPT, ജെമിനി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സെർച്ചും കാര്യങ്ങളൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത് കേർണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം വേണ്ടി വരാറുണ്ട് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനകത്ത്. അതിനകത്ത് കേർണൽ എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇന്റർഫേസ് ആണ്. ആപ്ലിക്കേഷൻസും ഡിവൈസസ്, ഹാർഡ്വെയറും പ്രോഗ്രാം, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നോർമലി കേർണൽ മാനേജ്മെന്റിനകത്ത് യൂസ് വരുന്നത്. That is, this is used for system managing system resources. System resource എന്ന് പറയുന്നത് ഷെയറബിൾ ആയിട്ട് ഏതിനെയും നമ്മൾ റിസോഴ്സസ് ആണ്. റിസോഴ്സ് ഇസ് കൺസിഡർ ആസ് എ ഷെയറബിൾ തിങ്സ്. എനി ഷെയറബിൾ തിങ്സ് ക്യാൻ ബി കൺസിഡർ എ റിസോഴ്സ്. ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഒന്നിൽ കൂടുതൽ യൂസേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനെല്ലാം നമ്മൾ റിസോഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ മാനേജിങ്ങിന് വേണ്ടിയിട്ടാണ് കേർണൽ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് വരുന്നതാണ് അപ്ലിക്കേഷനും ഹാർഡ്വെയറും, പ്രോഗ്രാമും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു മാനേജിങ് ആണ് നമ്മുടെ കേർണൽ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് രീതിയിലുള്ള ഒരു കേസസ് ഉണ്ട്. മോണോലിത്തിക്കും മൈക്രോ കേർണൽസും രണ്ട് രീതിയിൽ നമ്മൾ എടുക്കുക. മോണോലിത്തിക്സ് മീൻസ് അഡ്രസ് സ്പേസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മോണോലിത്തിക് ആണ് ഒരു സിംഗിൾ അഡ്രസ് സ്പേസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ ഡിവൈസ് മാനേജ്മെന്റും നമുക്ക് പെർഫോം ചെയ്യുന്നത്. പക്ഷേ മൈക്രോ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസീസ് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. കോംപ്ലക്സിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ രണ്ടെണ്ണത്തിൽ. നമുക്ക് ഇതിനകത്തൊരു സിസ്റ്റം സ്പേസ് എന്ന് പറയുന്ന ഒരു രണ്ട് രീതിയിൽ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകൾക്കും യൂസർ ആപ്ലിക്കേഷൻ സർവീസസ് പ്രോഗ്രാംസിന് വേണ്ടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്റ്റോറേജ് എങ്ങനെയാണ്, സർവീസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം ഇതിനകത്തുണ്ട് കേട്ടോ. മോഡുലാർ ബേസിലാണെന്നുണ്ടെങ്കിൽ മൈക്രോയും, സിംഗിൾ സ്പേസ് അഡ്രസ് സ്പേസിംഗ് മാനേജിംഗ് ആണെങ്കിൽ മോണോലിത്തിക്കും ആണ് യൂസ് ചെയ്യാറ്. കേർണലിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റ് ആയിരിക്കില്ല. അപ്പൊ ഏതൊക്കെയാണ് റിസോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എടുക്കാൻ പറ്റുന്ന സാധനം, ഒന്ന് സെൻട്രൽ CPU എന്ന് പറയുന്ന റിസോഴ്സ് ആയിട്ട് എടുക്കും. പിന്നെ കമ്പ്യൂട്ടേഴ്സിന്റെ മെമ്മറി മാനേജ് ചെയ്യുന്നത്, ഇൻപുട്ട് IO ഡിവൈസുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിംഗ്രണൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നേച്ചറാണ്. ഇതിലെല്ലാം വോയിസ് പഠിച്ച സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന കേസസേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറെ കമാൻഡ്, പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള സാധനങ്ങൾ കുറച്ച്
ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന കമാൻഡുകളുടെ കേസസ് ആണ്. ലിനക്സ് കേർണൽ മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്ത് ലോഡഡ് ആരായിട്ട് ആക്റ്റീവ് ആയിട്ട് റൺ ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, മൊഡ്യൂൾസിനെ കുറിച്ച് ഇൻഫർമേഷൻസ്. ഇവിടെ പൊതുവെ ഞാൻ മോണോലിത്തിക്കും മൈക്രോ ഉണ്ടെന്ന് പറയാം. മൈക്രോ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ സെക്ഷൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യിക്കാനായിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പേസ് പെർഫോമൻസ് ഹൈ ആക്കാത്ത രീതിയിൽ കോംപ്ലക്സിറ്റി മാനേജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് കേർണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൈക്രോ കേർണൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൽ കൂടുതൽ നമുക്ക് ലിനക്സ് പോലെയുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ നമ്മൾ മൈക്രോ കേർണൽ മാനേജ്മെന്റിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ കേർണൽ മാനേജ്മെന്റ് മുതലുള്ള കമാൻഡുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഈ ഒരു ടോപ്പിക് ഞാൻ കവർ ചെയ്തപ്പോൾ എനിക്ക് കണ്ടുകിട്ടി, അല്ലെങ്കിൽ ഞാൻ എന്റെ കണ്ണിൽ പെട്ട രണ്ട് സെക്ഷൻ എന്ന് പറയുന്ന ഒന്ന് ഫയൽ അലൊക്കേഷനെ കുറിച്ചുള്ള സംഗതികളാണ് കണ്ടത്. ഒന്ന് അതായത് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച്, അതായത് ഫാറ്റിനെ കുറിച്ചും NTFSനെ കുറിച്ചുള്ള ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. പിന്നെ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസിന് 3 കേസ് രണ്ടും പറയാം. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസും ഇത് ഫാറ്റുമാണ് കൂടുതലും വന്നിട്ടുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്നിരിക്കുന്നത് എന്താണ്, അടുത്ത ഇനി വരുന്ന പോർഷനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് 4-5 കമാൻഡ്സിന് ട്രബിൾ ഷൂട്ടിംഗ് കമാൻഡുകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. യൂസർ അക്കൗണ്ട് സെക്ഷൻസിനെ കുറിച്ചൊന്നും കണ്ടില്ല. ട്രബിൾ ഷൂട്ടിംഗ് കമാൻഡുകളെ കുറിച്ച് 4-5 നമ്മൾ പഠിക്കുന്ന ഒരു 5 കുറിച്ച് അങ്ങനെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടില്ല കേട്ടോ. കുറച്ചും കൂടെ 10 മാർക്സ് ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിരിക്കുന്ന ഇനി നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ നിന്നാണ് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും കവർ ചെയ്തു പോകുന്നത്, അത് 2 സെഷനിലത്ത്. അപ്പം ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരുന്നതെങ്കിൽ ഒരു കാരണവശാലും വിട്ടു പോകാതിരിക്കേണ്ട ഒന്നാണ് ഫാറ്റും NTFSും നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള 3 കാര്യങ്ങളെ കുറിച്ച്. ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കണം, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കണം, ഫാറ്റിനെ കുറിച്ച് പഠിക്കണം. ഫാറ്റ് 16 32. പിന്നെ ഈ പോർഷൻസ് മുതലാണ് ജസ്റ്റ് അതിന്റെ കമാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ഫെമിലൈസേഷൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കിയേക്കാം. ഓക്കെ, താങ്ക് യു.